ഇപ്പോൾ പുറത്തു വരുന്ന വളരെ പ്രധാനപ്പെട്ട വിവരം നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നുള്ളത്. നോക്കുക, പോസ്റ്റ്മോർട്ടം ഉണ്ടാകുമെന്നുള്ളത് ഒരുപാട് ദിവസങ്ങൾക്ക് മുൻപ് തന്നെ നമുക്ക് കിട്ടിയ ഒരു വിവരമാണ്. ആ സമയത്ത് പുറത്തു വന്ന വളരെ പ്രധാനപ്പെട്ട വിവരം എന്ന് പറയുന്നത് ബോഡി പുറത്തെടുത്ത് ഈ മറവ് ചെയ്തിരിക്കുന്ന കാക്കൂർ പാവണ്ടൂർ ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ വെച്ച് തന്നെ, അതായത് റിഫയെ മറവ് ചെയ്ത അതേ ഖബർസ്ഥാനിൽ വെച്ച് തന്നെ, അവിടെ വെച്ച് തന്നെ ഈ പോസ്റ്റ്മോർട്ടം പ്രക്രിയ നടക്കും എന്നുള്ളതാണ്. പക്ഷേ റിഫയുടെ മൃതദേഹം ആ രീതിയിലേക്ക്, അതായത് ഒരു മോശമായൊരു സാഹചര്യത്തിലേക്ക് പോയിട്ടില്ല. അതുകൊണ്ട് തന്നെ കൊണ്ടുപോകാൻ പറ്റും എന്നുള്ള ഒരു അവസ്ഥയിലുള്ളത് കൊണ്ട് തന്നെ മെഡിക്കൽ കോളേജിലേക്ക് നിലവിൽ റിഫയുടെ മൃതശരീരം കൊണ്ടുപോയിരിക്കുകയാണ്. അതായത് അവിടെ വെച്ച് വിദഗ്ധമായ ഒരു പോസ്റ്റ്മോർട്ടം നടക്കും. അതിനുശേഷമായിരിക്കും എന്തൊക്കെ നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ പുറത്തു വരിക. ഇതിൽ വളരെ പ്രധാനമായും എടുത്തു പറയേണ്ടത് ദുബായ് പോലീസ് പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ദുബായ് പോലീസ് ഇത് ആത്മഹത്യ എന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നത് ബാഹ്യമായിട്ടുള്ള മുറിവുകളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. അതായത് പ്രഥമ ദൃഷ്ടിയാൽ കാണുന്ന ദുബായ് പോലീസിൻ്റെ ഫോറൻസിക് റിപ്പോർട്ടിൻ്റെ അല്ലെങ്കിൽ അന്വേഷണ സംഘത്തിൻ്റെ ഒരു വിലയിരുത്തലടങ്ങിയ റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ പറയുന്ന കഴുത്തിലെ മുറിവുകൾ അതുപോലെ തുടങ്ങിയ ചില കാര്യങ്ങൾ, അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ ആത്മഹത്യ, അതായത് തൂങ്ങി മരണത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായതാണോ, അതല്ല എങ്കിൽ മറ്റുള്ള ബാഹ്യ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ് നിലവിൽ പരിശോധിക്കാൻ വേണ്ടിയിട്ട് പോകുന്നതും. ഇവിടെ നിങ്ങളൊക്കെ ചിന്തിക്കേണ്ട, മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം, ഞാൻ നിരവധി ലൈവിലും വീഡിയോയിലും ഒക്കെ പറഞ്ഞിട്ടുള്ളത്, പോസ്റ്റ്മോർട്ടം എന്ന് പറയുന്നത് ഒരു ക്രിമിനൽ കേസിൻ്റെ പ്രൊസീജിയറാണ്. അതായത് ക്രിമിനൽ കേസിൻ്റെ പ്രൊസീജിയർ എന്ന് പറയുമ്പോൾ നിലവിലൊരു ക്രിമിനൽ കേസ് പോലീസ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അതിലെ ദുരൂഹതകൾ മാറ്റാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന പ്രക്രിയ എന്ന് വെച്ച് നിസ്സാരമായ ഒരു കാര്യം എന്നുള്ളതല്ല. മറിച്ച് ഈ പ്രക്രിയയിലൂടെ പോലീസിന് നടക്കുന്ന വിവരങ്ങൾ എന്തെങ്കിലും ലഭിച്ചു കഴിഞ്ഞാൽ അത് ഈ കേസിൻ്റെ ഭാഗമായിട്ട് വരും. അതല്ല എങ്കിൽ ഇപ്പോൾ ഉദാഹരണത്തിന് മെഹനാസിനെതിരെ നിലവിൽ 498A, അതുപോലെ തന്നെ 306, അതായത് ആത്മഹത്യാ പ്രേരണാ കുറ്റം, ഗാർഹിക പീഡനം മുതലായ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയിട്ടാണ് കേസെടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം പോലീസ് എന്തായാലും ഈ പോസ്റ്റ്മോർട്ടത്തിൽ അനുകൂലമായോ ഇല്ലെങ്കിൽ ഒന്നും ലഭിച്ചില്ല എങ്കിൽ പോലും ആ കേസുമായി ബന്ധപ്പെട്ട് പോലീസിനെ അന്വേഷിക്കേണ്ടി വരും. അതുമാത്രമല്ല, ഈ പറയപ്പെടുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് നിർണായക വിവരങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുമുണ്ട്. അങ്ങനെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ റിഫ കേസിലെ വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ ഒന്ന് തന്നെയാണ് പോസ്റ്റ്മോർട്ടം. പക്ഷേ ഈ പോസ്റ്റ്മോർട്ടം തന്നെയാണ് ഈ കേസ് എന്ന് വിശ്വസിക്കുന്നുണ്ട് എങ്കിൽ അത് തെറ്റായൊരു ധാരണയാണ്. എന്തായാലും നിലവിൽ അവിടെ നിന്ന് ബോഡി ഇവിടത്തേക്ക് വീണ്ടും മെഡിക്കൽ കോളേജിൽ നിന്ന് കൊണ്ടുവരും. എന്നിട്ട് ഈ പറയുന്ന പാവണ്ടൂർ ജുമാ മസ്ജിദിൽ റിഫയെ ഖബറടക്കിയിട്ടുള്ള അതേ ഇടത്ത് വെച്ച് വീണ്ടും റിഫയെ മറവ് ചെയ്യും. വളരെയധികം വേദനിപ്പിക്കുന്ന, അല്ലെങ്കിൽ ആ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം വേദന ഉണ്ടാക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങളൊക്കെ കടന്നു പോകുന്നതിനിടയിൽ പോലും പോലീസ് വളരെ കൃത്യമായ ഒരു അന്വേഷണം നടത്തുകയാണ്. നോക്കുക, ദുബായിൽ വെച്ച് നടന്ന ഒരു ഇൻസിഡൻറ്റ്, ഈ ദുബായിൽ വെച്ച് നടന്ന ഒരു ഇൻസിഡൻറ്റിൽ കേരള പോലീസിനെ സംബന്ധിച്ചിടത്തോളം അത് അന്വേഷിക്കുന്നതിൽ പരിമിതികളുണ്ട്. പക്ഷേ കേരള പോലീസ് നാട്ടിൽ വെച്ച് നടന്ന സംഭവ വികാസങ്ങളെ മുന്നിൽ കണ്ടുകൊണ്ട് ആ നാട്ടിൽ നടന്ന സംഭവ വികാസങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ദുബായിലെ ഈ കേസിലേക്ക് കണക്ട് ചെയ്തുകൊണ്ടാണ് നിലവിൽ അന്വേഷണം കൊണ്ടുപോകുന്നുള്ളത്. താമരശ്ശേരി DYSPയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം കടന്നു പോകുന്നുള്ളത്. പോസ്റ്റ്മോർട്ടവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഔദ്യോഗിക വിവരങ്ങൾ, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തു വരാൻ ദിവസങ്ങളെടുക്കും. എന്തായാലും നിലവിൽ പുറത്തു വരുന്ന വിവരങ്ങളാണ് പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. കൂടുതൽ വിവരങ്ങൾ ഒരുപക്ഷെ റിഫയുടെ കേസുമായി ബന്ധപ്പെട്ട് ജംഷാദുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ നിലവിൽ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. പോലീസിൻ്റെ അരികിലേക്ക് ജംഷാദ് എത്തിയിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ലഭിച്ചിട്ടുണ്ട് എന്നുള്ള സൂചനകൾ പുറത്തു വരുമ്പോൾ റിഫ കേസ് അതിനിർണായകമായ ഘട്ടത്തിലേക്ക് എത്തുന്നു എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത്. കൂടുതൽ വിവരങ്ങളുമായി ഉടൻ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിച്ചേരും. ക്യാമറ പേഴ്സൺ തബ്ഷീർ അബ്ദുള്ളയുടെ കൂടെ ഖാദർ കരിപ്പൊടി, പബ്ലിക് കേരള.